ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ കെയറിങ്, അതായത് മഴക്കാല കെയറിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. മഴക്കാലത്ത് നമ്മൾ ബിഗോണിയ പ്ലാന്റ്സിന് എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടത്, അതായത് പരിപാലിക്കേണ്ടതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ. നമുക്കറിയാം, വെയിൽ തട്ടിയാലും കൂടുതൽ വെള്ളം തട്ടിയാലും, അതായത് മഴവെള്ളം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാലും നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് തണ്ട് വേഗം ചീഞ്ഞു പോകുന്നത് കാണാൻ പറ്റുന്നതാണ് അല്ലേ. നമുക്ക് തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളവും വേണ്ട, കൂടുതൽ വെയിലും വേണ്ട കേട്ടോ. കൂടുതൽ വെയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും അല്ലേ, ഉണങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നന്നായിട്ട് ഉണങ്ങിപ്പോകും. അപ്പോൾ തണലുള്ള, അതായത് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വൈറ്റ്, ഈ ഒരു സിൽവർ കളറുള്ള ബിഗോണിയ 2-3 ചട്ടിയിലുണ്ടായിരുന്നു. അതിൽ ഒന്നൊറ്റ സെയിലായി, എന്നിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ദിവസം വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതിലെ ഫുൾ തിക്കായിട്ട് നിന്ന പോട്ടായിരുന്നു, കുറേയൊക്കെ ഉണങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് ബിഗോണിയ പ്ലാന്റ്സ് ആട്ടോ, റെക്സ് ബിഗോണിയ പ്ലാന്റ്സ്, അതുപോലെ തന്നെ കെയിൻ ബിഗോണിയ, ബാക്സി ബിഗോണിയ, അങ്ങനെ 3 തരത്തിലാണ് ബിഗോണിയ പ്ലാന്റ്സ് എനിക്കറിയുന്നത് കേട്ടോ. അതിലുള്ള റെക്സ് ബിഗോണിയ പ്ലാന്റ്സ് ആയിട്ടോ. ഇതിന് നല്ലൊരു ബ്ലാക്ക് കളറായിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ, നമുക്കറിയാം അധിക ബിഗോണിയസിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റെഡിഷ് കളറായിരിക്കും കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, മഴക്കാലത്ത് നമ്മൾ വീടിൻ്റെയൊക്കെ സൺസൈഡിലെ അടിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇൻഡോർ പ്ലാന്റിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്കിലും മഴക്കാലത്ത് കൂടുതൽ ഇതിന് വളം ഇട്ട് കൊടുക്കണ്ട. നമ്മൾ കൂടുതൽ ചാണകപ്പൊടി അല്ലെങ്കിൽ പച്ച ചാണകത്തിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, തെളിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ മഴക്കാലത്ത് കൂടുതൽ ചെടിക്കും നമ്മൾ വേനൽക്കാലത്ത് ഒരുപാട് വളം കൊടുക്കുക, പക്ഷേ മഴക്കാലത്ത് നമ്മളിങ്ങനെ കൂടുതലായിട്ട് വളം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി എന്തായാലും ചീഞ്ഞു പോകും. അതുപോലെ തന്നെ വെള്ളവും നമുക്കറിയാം, മഴക്കാലത്ത് പിന്നെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മഴ പെയ്യാത്ത സമയത്തൊക്കെ നമുക്ക് കുറച്ച് മണ്ണ് ഡ്രൈ ആയിട്ടും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് മാറ്റി നടുന്നതും ഒക്കെ തന്നെ മഴക്കാലത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതലായിട്ട് ഈ ലീഫ് വെച്ചിട്ടുള്ള പിന്നെ പ്രൊപ്പഗേഷനൊക്കെ തന്നെ നമുക്ക് വേനൽക്കാലത്താണ്. മഴക്കാലത്ത് പിടിക്കട്ടോ, എങ്കിൽ നമുക്ക് വേനൽക്കാലത്താണ് അത് ചെയ്യുന്നത് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേനൽക്കാലത്ത് നമ്മൾ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. സെയിലൊക്കെ ഉള്ളവർ വേനൽക്കാലത്ത് കൂടുതൽ തൈകൾ ഉണ്ടാക്കുക. മഴക്കാലത്ത് നമ്മൾ ഇതിനെ വെറുതെ വിട്ടു കൊടുക്കുക, അധികം കെയറിങ് ഒന്നും കൊടുക്കാതെ. അതായത് നമ്മൾ മഴയത്തേക്ക്, അതായത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പുറത്ത് വെച്ചൊരു ചെടി ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. അതുകൊണ്ട് കണ്ടില്ല, ഇതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും കേട്ടോ. മഴവെള്ളം വീണിട്ട് ഭംഗി നഷ്ടപ്പെടും, കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചത്. അവിടെ വെച്ച സ്ഥലത്ത് നല്ല ഭംഗിയായിരുന്നു, പക്ഷെ ഞാൻ എടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇതിങ്ങനെ ആയിപ്പോയിട്ടോ. ഇതെല്ലാം കൂടി തൂങ്ങി എന്തോ പോലെ ആയിപ്പോയിട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാവും. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ബിഗോണിയ പ്ലാന്റ്സിനും അതുപോലെ തന്നെ അഗ്ലോണിമക്കൊക്കെ തന്നെ നമ്മൾ കൂടുതൽ വളങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് വേനൽക്കാലത്ത്, ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ ആകുമ്പോൾ വേനൽക്കാലത്ത് നമുക്ക് ഇതിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിന് ലിക്വിഡ് രൂപത്തിലോ അതുപോലെ തന്നെ NPK ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ പോട്ടി മിക്സ് ചെയ്യുന്ന സമയത്ത്, അതായത് നടുന്ന സമയത്ത് നമ്മൾ നല്ലൊരു പോട്ടി മിക്സിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, മഴയത്ത് നമുക്ക് വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വേനൽക്കാലത്ത് മാറ്റി നടുന്ന സമയത്ത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബിഗോണിയ പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണേ.